കഴിഞ്ഞ ദിവസമാണ് ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് അഫ്സൽ കൈയടക്കി വെച്ചു എന്നുള്ള ആരോപണങ്ങളും അതേ തുടർന്നുള്ള കാര്യങ്ങളും ചർച്ചയായത്. ജാസ്മിൻ ഗബ്രി കോംബോ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ മുതൽ ഇപ്പോൾ വരെ അഫ്സലിന്റെ ഏത് സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടാലും അതിന് താഴെ ജാസ്മിനെ കുറിച്ചുള്ള കമന്റുകൾ നിറയും. ഇപ്പോഴിതാ ഇനി മുതൽ ആ വിഷയം ആരും തന്റെ സോഷ്യൽ മീഡിയ പേജിലെ കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യരുതെന്ന് പറയുകയാണ് അഫ്സൽ. അഫ്സലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുഹൃത്തുക്കളെ, ദയവായി ഇൻസ്റ്റഗ്രാം കമന്റ് ബോക്സ് എന്റെ ഭൂതകാലം ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ലെന്ന് മനസ്സിലാക്കുക. രണ്ടുപേർക്കും വ്യത്യസ്ത ജീവിതങ്ങളുണ്ട്, രണ്ടുപേർക്കും ഭാവി ജീവിതമുണ്ട്. ആ അധ്യായം കഴിഞ്ഞു. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഒരേ ചർച്ച വേണ്ട. ഞാൻ തെറ്റാണെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവളെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യുക. ആ ഷോ അവസാനിച്ചു. അവൾ എല്ലാ സന്തോഷത്തോടെയും ജീവിക്കട്ടെ. നമ്മൾ രണ്ടുപേരും ജീവിക്കട്ടെ എന്നാണ് അഫ്സൽ കുറിച്ചത്. നിരവധി പേരാണ് അഫ്സലിന്റെ കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടതോടെ ആശ്വസിപ്പിച്ചെത്തിയത്. ബിഗ് ബോസ് ഉൾപ്പെടെ എല്ലാം സംഭവിച്ചത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് മനോഹരമായ ഒരു ജീവിതം ഉണ്ടാകും. നെഗറ്റിവിറ്റി കാര്യമാക്കണ്ട. സ്വയം സുഖപ്പെടുത്താൻ സമയമെടുക്കൂ. ദൈവം തീർച്ചയായും നിങ്ങൾക്കായി ഒരു മെച്ചപ്പെട്ട ജീവിതം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ആർക്കും ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കാൻ നിൽക്കരുത് എന്നെല്ലാമാണ് അഫ്സലിനെ അനുകൂലിച്ച് വന്ന കമന്റുകൾ. ഫുൾ സപ്പോർട്ട് ടു ജാസ്മിൻ എന്ന ഒരു കമന്റിനും അഫ്സൽ മറുപടി നൽകിയിട്ടുണ്ട്. അതേസമയം ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ ശേഷം ജാസ്മിൻ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും തന്റെ അക്കൗണ്ട് തിരിച്ചു പിടിച്ചതുമെല്ലാം ജാസ്മിൻ തന്നെ ഒരു വീഡിയോ ആയി പങ്കുവച്ചിരുന്നു. അതോടെ ഏവരും വിരൽ ചൂണ്ടിയത് അഫ്സലിലേക്കായിരുന്നു. ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് അഫ്സലായിരുന്നു ജാസ്മിന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ചുറ്റും നടക്കുന്ന ആരോപണങ്ങളിൽ ഒന്നും 1% പോലും വാസ്തവമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ബിബി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ അഫ്സലുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഫ്സലിനെ വിളിച്ചിരുന്നുവെന്നും ജോലിയിലായിരുന്നതിനാൽ അഫ്സൽ ആദ്യം കോൾ എടുത്തില്ല. ശേഷം അഫ്സലിന്റെ ഉമ്മയെ പോലീസ് വിളിച്ചപ്പോൾ അഫ്സൽ കോൾ എടുത്ത് സംസാരിച്ചുവെന്നുമുള്ള കാര്യങ്ങൾ ബിബി ഹിയർ എന്ന യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടിരുന്നു. പാസ്വേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് പരിഹരിച്ചുവെന്നും അല്ലാതെ അഫ്സൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയോ ചെയ്തിട്ടില്ലെന്നും പിന്നെ ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അഫ്സൽ കൈയടക്കി വെച്ചു എന്നതിൽ സത്യമില്ലെന്നും ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുമ്പ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് മാറ്റിയതെന്നും മാറ്റിയ പാസ്വേഡ് ജാസ്മിന് അഫ്സൽ അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് യൂട്യൂബ് ചാനൽ വ്യക്തമാക്കിയത്. അതേസമയം വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഷോയിൽ പങ്കെടുക്കാനായി പോയത്. എന്നാൽ ഹൗസിൽ എത്തി ഗബ്രിയെ പരിചയപ്പെട്ട ശേഷം വിവാഹ നിശ്ചയം കഴിഞ്ഞതിനെ കുറിച്ച് വരെ ജാസ്മിൻ മറന്നു. അവതാരകൻ മോഹൻലാൽ ഒരിക്കൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രണയത്തിലേക്ക് എത്താതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. അതുകൂടി കേട്ടതോടെയാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സൽ അതിൽ നിന്നും പിന്മാറിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി വന്ന ശേഷം ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് ജാസ്മിൻ. ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരുടെയും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ടോപ്പ് 2-ൽ ജാസ്മിൻ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അർജുന് ആരാധകർ വർദ്ധിച്ചതും അവസാന ദിവസങ്ങളിൽ നെഗറ്റീവ് ഉണ്ടായതുമെല്ലാം ജാസ്മിന് തിരിച്ചടിയായി മാറുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.